അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു കപ്പ ബിരിയാണിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കപ്പയും ചിക്കനും വെച്ചിട്ട് നല്ലൊരു കപ്പ ബിരിയാണി. സാധാരണ കപ്പ ബിരിയാണി പോലെയല്ല കേട്ടോ, തേങ്ങ ഒക്കെ വറുത്തരച്ച് ചേർത്തിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കപ്പ ബിരിയാണി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1.5 കിലോ കപ്പ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. കപ്പ നന്നായിട്ട് ക്ലീൻ ആക്കിയെടുത്ത ശേഷം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ കപ്പ വേവിച്ചെടുക്കാം. ഒരു കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഞാനിതിപ്പോൾ ഒരു കുക്കറിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്തെടുക്കുമ്പോൾ ഈ കപ്പേനേക്കാളും കുറച്ച് മുകളിൽ വെള്ളം നിൽക്കണം. പിന്നെ പല കപ്പക്കും പല വേവായിരിക്കും കേട്ടോ. ചിലത് ഒരു വിസിലൊക്കെ വരുമ്പോൾ തന്നെ വെന്ത് വരും, ചിലത് ഒരു 2-3 വിസിലൊക്കെ വേണ്ടി വരും വെന്ത് വരാനായിട്ട്. ഈ കപ്പ എനിക്കൊരു 2 വിസിൽ വന്നപ്പോഴേക്കന്നെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിൽ വന്ന ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിലെ പ്രഷറൊക്കെ ഒന്ന് പോയ ശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു ഏലക്കായും 2 ഗ്രാമ്പും കൂടെ ചേർക്കാം. ചെറുതായിട്ട് മതി ഗരം മസാലയുടെ ടേസ്റ്റ്. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കനും കപ്പയൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുക്കാം കേട്ടോ. പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് കളർ മാറി വരുന്നവരെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സവാള ചെറുതായി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചുള്ള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എടുക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ തീ ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് ഈ തക്കാളി മസാലയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി മസാലയൊക്കെ ഇടുന്നൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ വെന്ത് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ചിക്കൻ വെന്ത് വരാൻ. പിന്നെ ഒരു 5 മിനിറ്റ് നമ്മളിതിൽ കപ്പയും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കും. ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് കൂട്ടി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കപ്പയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചൊരു വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെക്കുക കേട്ടോ. കപ്പ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇത് വെച്ചിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായൊന്ന് മൂത്ത് വന്നു തുടങ്ങിയ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് പെട്ടെന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച് വെച്ചിട്ടുള്ള കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട്. സാധാരണ കപ്പ ബിരിയാണി പോലെയല്ല കേട്ടോ, നമ്മളിതിൽ തേങ്ങ ഒക്കെ വറുത്തരച്ചുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.